വീക്കെൻഡ് ആണെങ്കിലും കിച്ചണിന് അവധിയില്ലല്ലോ. പക്ഷേ ഇന്നാ തിരക്കിലും ചെറിയ സന്തോഷങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വരും ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നത് കാണാം. കഴിഞ്ഞ ഫ്രീ വീക്കെൻഡിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ രാവിലെ തൊട്ടുള്ള വൈകുന്നേരത്തെ കുറച്ച് മീൽ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാം. അപ്പോൾ ഈ വീക്കെൻഡ് രാവിലെ തുടങ്ങിയത് വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവ് കൊണ്ടാണ് കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ വേവിച്ചു. ഇൻ ബിറ്റ്വീൻ ഇതൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൻ്റെ റെസിപ്പി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ചേട്ടായി എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു കപ്പ് മീൻറ്റ് ടീ ചേട്ടായി പ്രിപ്പയർ ചെയ്തു കേട്ടോ. പുതിനയുടെ നല്ല മണം, നല്ല ചൂടുള്ള ചായ, രാവിലെ കുറച്ച് സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമല്ലേ. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. കുറച്ച് ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് അതും മാറ്റി വെച്ചു. ഇപ്പം നിങ്ങൾ കാണുന്നത് കിച്ചണിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൗഡേഴ്സൊക്കെ മൈദ പൗഡറൊക്കെ എടുത്ത് അങ്ങോട്ട് സൈഡിൽ വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാമല്ലോ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണേ. മഴയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടുള്ളൊരു ചെറിയ കുക്കിങ്ങാണ്. എൻ്റെ ഫ്രണ്ട് രേഖയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ചക്കക്കുരു കയ്യിലിരിപ്പുണ്ടായിരുന്നേ. ആ ചക്കക്കുരു പെട്ടെന്ന് വേവിച്ച് അതുകൊണ്ട് ഒരു മെഴുക്കുവരട്ടി പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തു. കുറേ നാൾ കൊണ്ട് കിട്ടിയ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തൊരു സംഭവമാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ചക്കക്കുരു കൊണ്ട് നമ്മൾ പല പല വിഭവങ്ങൾ ഉണ്ടാക്കുമല്ലേ. ചിലർ ചക്കക്കുരു മാങ്ങക്കറി ഉണ്ടാക്കും, ചിലർ പല രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ. അടുത്തതായിട്ട് നമ്മുടെ ബ്രൊക്കോളിയാണ്. ഒരു വെറൈറ്റി ചെറിയ ബ്രൊക്കോളി കിട്ടിയപ്പോൾ അതൊക്കെ അടർത്തി കഴുകി നന്നായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞ്, എനിക്ക് പൊടി പൊടിയായിട്ട് അരിയണം. അതിൻ്റെ തോരൻ വെച്ച് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിള്ളേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രൊക്കോളി ഇട്ട് കുറച്ച് ചെറിയ സൈസിൻ്റെ കിട്ടിയത്, പക്ഷേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കിട്ടുന്ന ബഞ്ചായിട്ടുള്ള ബ്രൊക്കോളി അല്ല, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൊക്കോളിയാണ് കിട്ടുന്നത്, എത്തുള്ള പോലെ. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന പാക്ക് ചെയ്ത് വെച്ചു, ഫ്രീസറിൽ വെച്ചു. ഫുഡ് ഹിസ്റ്ററി സീരീസ് കാണുന്നവർക്ക് അറിയാം, ഫ്രഞ്ച് ബീൻസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. യൂട്യൂബ് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തേക്കും സപ്പറിലേക്കുമുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി മാറ്റി വെച്ചു. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. വീക്കെൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടാവും. പാത്രം കഴുകി ഡിഷ് വാഷർ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടാറില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിഷ് വാഷറിൽ വെച്ചാലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുക. അതുപോലെ ഡിഷ് വാഷറിൽ വെച്ചാൽ അത് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. അതുമാത്രമാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ വുഡൊക്കെ കേടാവും. അങ്ങനെ പച്ചക്കറികളൊക്കെ ടേബിളിൽ കൊണ്ട് വെച്ചു. ഇനി നമ്മുടെ മീൻ കറിയൊക്കെ എടുത്ത് വെക്കേണ്ട സമയമാണ്. മീൻ കറി പാത്രത്തിലേക്കൊക്കെ പകർത്തുവാണ് ടേബിളിൽ കൊണ്ട് വയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോറ്, ബാക്കിയുള്ള എടുത്ത് വയ്ക്കാനുള്ള എല്ലാ ഉച്ചക്കത്തേക്കും. അപ്പോൾ അത് തന്നെയാണ് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കി തന്നെയാണ് വൈകുന്നേരവും സപ്പറിന്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ടല്ലോ, നമുക്ക് എടുക്കാനും കഴിക്കാനും എല്ലാം. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും കിച്ചണിൽ നിന്ന് പിന്നെ മാറേണ്ട ഒരു അവസരം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഫ്രഷ് മീനാണോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടാറ്, അതോ നിങ്ങൾ ക്യാൻഡ് ആയിട്ടുള്ള ഫിഷസ് ആണോ നിങ്ങൾ വാങ്ങിക്കാറ്? നിങ്ങൾ കമൻറ്റിൽ പറയണേ. എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫിഷസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്? നിങ്ങൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തന്നെ ഫിഷാണോ വാങ്ങിക്കാറ് കറി വയ്ക്കാനായിട്ട്, അതോ നിങ്ങൾ ക്യാൻഡ് ആയിട്ടുള്ളത് വാങ്ങിക്കാറുണ്ടോ? ഏതൊക്കെ തരത്തിലുള്ള ഫിഷസ് ആണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളതെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയണേ. എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷ് കറി എല്ലാം എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതാണ് നമ്മൾ പാത്രത്തിലേക്ക് പകർത്തുന്നത്. അപ്പം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചോറ് നമുക്ക് വിളമ്പിയെടുത്ത് കഴിക്കാൻ പറ്റുമല്ലോ. കുട്ടികൾക്കാണെങ്കിലും അവർക്കതൊരു പ്രാക്ടീസാണ്. നമ്മളതെടുത്ത് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അവരാവശ്യത്തിനനുസരിച്ച് സ്വയമായിട്ട് സെർവ് ചെയ്യാനായിട്ട് അവർക്ക്, കൊച്ചു പിള്ളേർക്ക് പ്രത്യേകിച്ചൊരു പ്രാക്ടീസ് കൊടുക്കാനായിട്ടും അത് ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾ ഏത് തരത്തിലുള്ള അരിയാണ് ഉപയോഗിക്കാറുള്ളത്? ഞങ്ങൾ കൂടുതലും കുത്തരിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. എനിക്ക് നമ്മുടെ വൈറ്റ് റൈസിനോട് ഒരു ഇഷ്ടം കുറവാണ് ശരിക്കും പറഞ്ഞാൽ. കുത്തരിയാണ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അരികളിൽ തന്നെ പലർക്കും പല ഇഷ്ടവും ചോയ്സും ഉണ്ട്, പല ബ്രാൻഡുകളൊക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ഏതാണ്, ഏറ്റവും നല്ല അരി ഏതാണ്, നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അങ്ങനത്തെ ഇൻഫർമേഷൻസും നിങ്ങൾ അമ്മമാർ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറ് പകർത്തി കഴിഞ്ഞു. ഇനി ഇത് ടേബിളിലേക്ക് വെച്ചാൽ മാത്രം മതി. ഇനി നമ്മുടെ കറികൾ എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയെന്ന് കാണാം. പച്ചക്കറികളും നമ്മുടെ മീൻ കറി, പിന്നെ അതുപോലെ മീൻ കറി ചിലപ്പോൾ ചില സമയത്ത് പിള്ളേർക്ക് കഴിക്കത്തില്ല. നമ്മുടെ ബ്രൊക്കോളി തോരനാണത് കണ്ടത്. പിള്ളേർ ചിലപ്പോൾ മീൻ കറി ചിലപ്പോൾ കഴിക്കണം എന്നൊരു മൂഡിലായിരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു മോര് വേണമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് മീൻ കറി തൊടാത്തവർക്ക് വേണ്ടിയിട്ട് മോര് കറി അവിടെ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ബീൻസ്
തോരൻ വെച്ചുകൊണ്ട്, പിന്നെ കുറച്ച് കൊണ്ടാട്ടം ഇരിപ്പുണ്ടായിരുന്നു, ഓൾറെഡി ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാവയ്ക്ക അച്ചാർ, ഇത് രേഖയുടെ നിന്ന് വാങ്ങിച്ചതാണ് പാവയ്ക്ക അച്ചാർ. അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. സാധാരണ എപ്പോഴും നമ്മൾ മാങ്ങയും നാരങ്ങ അച്ചാറാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം എന്ത് ചെയ്തു, പാവയ്ക്കയുടെ അച്ചാറായിക്കോട്ടെ എന്ന് വിചാരിച്ച് അത് വാങ്ങിച്ചു വെച്ചു. വേണ്ട, അടുത്ത വീട്ടിൽ ആരുടെ പൂച്ചക്കുട്ടൻ ഏതാണ്ട് ഓടിപ്പോകുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ടാണല്ലേ പൂച്ച. പക്ഷെ കിളികളുള്ളത് കൊണ്ട് എനിക്കിതിനെ വാങ്ങിക്കാനായിട്ട് ഒരു പ്രയാസം. ഇത് രണ്ടും കൂടെ ചേരില്ലല്ലോ, അതാണ് എൻ്റെ ഒരു വിഷമം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അച്ചായനും ചേച്ചിയൊക്കെ വീട്ടിലേക്ക് വന്നു. മോനും നല്ലൊരു സന്തോഷമായിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ വീക്കെൻഡ് ആയിരുന്നു. എനിക്ക് ഈ വീക്കെൻഡ് ഇഷ്ടപ്പെട്ടു. എൻ്റെ മീൽ പ്ലാനും മീൽ പ്രപ്പും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുപോലത്തെ വീഡിയോകൾ, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.